പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ്. ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു റോയൽസ് കിരീടം ചൂടിയത്. ഇതിനുശേഷം പലതവണ പ്ലേ ഓഫിൽ എത്തിയെങ്കിലും കിരീട നേട്ടത്തിന് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2022 മുതൽ അവരുടെ പ്രകടനങ്ങൾ സ്ഥിരതയുള്ളതാണ് എന്നാണ് വാസ്തവം. 2022 ഫൈനലിൽ എത്തിയ അവർ ഈ സീസണിൽ പ്ലേ ഓഫിൽ എത്തി. ഇപ്പോൾ ഇതാ IPL സ്ഥിരതയുള്ള ടീമുകൾ ഒന്നായി രാജസ്ഥാൻ മാറ്റിയ ഒരു ക്രിക്കറ്റ് ബുദ്ധിയെ റോയൽസ് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണും നിരാശ സമ്മാനിക്കുന്ന വാർത്തകളാണ് ഇത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നോക്കാം. 2021 മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സംഘത്തിലുള്ള മുൻ താരമാണ് കുമാർ സംഗക്കാരെ. ഇപ്പോൾ ഇതാ സംഗക്കാരയെ തങ്ങളുടെ പുതിയ പരിശീലകനാക്കാനുള്ള നീക്കത്തിലാണെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. വൈറ്റ് ബോൾ ടീമുകളുടെ പരിശീലകനായ മാത്യു ബോട്ടിന്റെ പ്രവർത്തനത്തിൽ ഇംഗ്ലണ്ട് ബോർഡ് അതൃപ്തനാണെന്നും അദ്ദേഹത്തെ മാറ്റി പകരം ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഗക്കാരയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് വിവരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ബ്രണ്ടൻ മക്കല്ലത്തിന്റെ പരിശീലനത്തിന് കീഴിൽ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിന്റേത്. എന്നാൽ ഏകദിന ലോകകപ്പിൽ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനും ഇത്തവണത്തെ T20 ലോകകപ്പിൽ സെമി ഫൈനൽ വരെ എത്താനുമേ ഇംഗ്ലണ്ടിന് കഴിഞ്ഞുള്ളൂ എന്നത് ബോർഡിനെ രോഷം കൊള്ളിക്കുന്നുണ്ട്. IPL സംഗക്കാരയ്ക്ക് കീഴിൽ രാജസ്ഥാനിൽ കളിക്കുന്ന ജോസ് ബട്ട്ലറാണ് നിലവിൽ ഇംഗ്ലണ്ട് ടീമിന്റെ നായകൻ. ബട്ട്ലറും സംഗക്കാരയും ഒത്തുചേർന്നാൽ ഇംഗ്ലണ്ട് ക്രിക്കറ്റിന് അത് ഗുണം ചെയ്യുമെന്നാണ് ബോർഡിന്റെ വിശ്വാസം. അതേസമയം കുമാർ സംഗക്കാരെ രാജസ്ഥാൻ റോയൽസ് വിട്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൽ പരിശീലന സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ സഞ്ജുവിനും സംഘത്തിനും അത് കനത്ത തിരിച്ചടിയാകുന്നതിൽ സംശയമില്ല. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ അവസാന വാക്കാണ് സംഗക്കാര. IPL ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി റോയൽസിനെ മാറ്റിയതിൽ സംഗക്കാരയ്ക്ക് സുപ്രധാന പങ്കുണ്ട്. രാജസ്ഥാൻ നായകൻ സഞ്ജുവിനും ഏറെ അടുപ്പമുള്ളയാളാണ് സംഗക്കാര. സഞ്ജുവും സംഗക്കാരയും ചേർന്നുള്ള കൂട്ടുകെട്ട് രാജസ്ഥാന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ്. ഇത് പൊളിഞ്ഞാൽ സഞ്ജുവിന്റെ ക്യാപ്റ്റനും രാജസ്ഥാൻ എന്ന ടീമിനും വലിയ ക്ഷീണം സംഭവിക്കും. 2021 ജനുവരിയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി കുമാർ സംഗക്കാരെ നിയമിതനാകുന്നത്. ആ സീസണിൽ രാജസ്ഥാന്റെ പ്രകടനം മോശമായിരുന്നെങ്കിലും തൊട്ടടുത്ത സീസണിൽ അവർ ഫൈനലിലെത്തി. 2008 ശേഷം ടീമിന്റെ ആദ്യ ഫൈനൽ പ്രവേശനം കൂടിയായിരുന്നു ഇത്. 2023 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാജസ്ഥാൻ 2024 സീസണിൽ വീണ്ടും പ്ലേ ഓഫിലെത്തി. നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്രിക്കറ്റ് ഡയറക്ടറാണ് സംഗക്കാരെ പ്രവർത്തിക്കുന്നത്. അതേസമയം കുമാർ സംഗക്കാരെ ടീം വിട്ടേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക ടീമിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. എന്നാൽ അടുത്തിടെ ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിനെ തങ്ങളുടെ പുതിയ പരിശീലകനായി നിയമിക്കാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമങ്ങൾ നടത്തുന്നതായി കഴിഞ്ഞയിടയ്ക്ക് വാർത്തകൾ വന്നിരുന്നു. IPL മുൻ രാജസ്ഥാൻ റോയൽസിന്റെ നായകനായിരുന്ന ദ്രാവിഡ് ടീമിന്റെ മെന്ററായും മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാപ്റ്റനായി നിയമിച്ചത്. ഇതുവരെ 4 സീസണുകളിൽ അദ്ദേഹം ടീമിനെ നയിച്ചു. 2022 ഫൈനലിൽ എത്തിയാണ് ഇതിൽ ഏറ്റവും മികച്ച നേട്ടം. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റന്മാരിൽ നിലവിൽ ഷെയ്ൻ വോണിനൊപ്പം 1ാം സ്ഥാനം പങ്കിട്ടാണ് സഞ്ജു സാംസൺ. എന്നാൽ 4 സീസണുകളിലും ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്നത് നിരാശാകരമായ കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ടീമിന്റെ നായകസ്ഥാനം സഞ്ജു ഒഴിയുമോ എന്ന് ആശങ്ക ആരാധകർക്കുണ്ട്.